നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദ പെട്രോൾ പമ്പ് ഉടമ പ്രശാന്തിനെതിരെ ലഭിച്ച വിജിലൻസ് പരാതിയിൽ മൊഴിയെടുക്കാൻ സംഘം കണ്ണൂരിലെത്തി. മൊഴിയെടുത്തത് കോഴിക്കോട് പ്രത്യേക വിജിലൻസ് SP-യുടെ നേതൃത്വത്തിലുള്ള സംഘം. CPM പാനൂർ ഏരിയ പ്രതിനിധി സമ്മേളനത്തിന് ചെമ്പാട് പ്രൗഢോജ്വല തുടക്കം. RSSനോടും മുസ്ലിം തീവ്രവാദ സംഘടനകളോടും ഒരേ നിലപാടാണ് CPM-ന് എന്നുമുള്ളതെന്ന് CPM സംസ്ഥാന സമിതി അംഗം പനോളി വത്സൻ. വിദ്യാർത്ഥികൾ രക്ഷിതാക്കളുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല, മറിച്ച് സ്വന്തം ഇഷ്ടത്തിനും അഭിരുചിക്കും അനുസരിച്ച് ഉപരിപഠന മേഖല തിരഞ്ഞെടുക്കണമെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ. NSS ഉത്തരമേഖലാതല മികച്ച പ്രോഗ്രാം ഓഫീസറായി തിരഞ്ഞെടുക്കപ്പെട്ട തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ സ്കൂളിലെ NSS ഓഫീസർ റീച്ച റഷീദിന് ഉപഹാരം കൈമാറി. തലശ്ശേരി നഗരസഭയുടെ പുതിയ കെട്ടിട ഉദ്ഘാടന വേളയിൽ സ്ഥാപിച്ച ശിലാഫലകത്തിൽ ഷാഫി പറമ്പിൽ MP-യുടെ പേര് ഒഴിവാക്കിയതിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. നഗരസഭാ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥനെ പ്രവർത്തകർ ഉപരോധിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദ പെട്രോൾ പമ്പ് ഉടമ പ്രശാന്തിനെതിരെ വിജിലൻസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ മൊഴിയെടുക്കാൻ സംഘം കണ്ണൂരിലെത്തി. കോഴിക്കോട് പ്രത്യേക വിജിലൻസ് SP-യുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കണ്ണൂരിലെത്തിയത്. കോൺഗ്രസ് നേതാവ് TO മോഹനനാണ് വിജിലൻസിന് പരാതി നൽകിയത്. CPM പാനൂർ ഏരിയ പ്രതിനിധി സമ്മേളനത്തിന് ചെമ്പാട് പ്രൗഢോജ്വലമായ തുടക്കം. സംസ്ഥാന സമിതി അംഗം പനോളി വത്സൻ ഉദ്ഘാടനം ചെയ്തു. RSSനോടും മുസ്ലിം തീവ്രവാദ സംഘടനകളോടും ഒരേ നിലപാടാണ് CPM-ന് എന്നുമുള്ളതെന്ന് പനോളി പറഞ്ഞു. താഴെ ചമ്പാട് പുതുക്കുടി പുഷ്പൻ നഗറിൽ മുതിർന്ന പാർട്ടി നേതാവ് M സുധാകരൻ പതാക ഉയർത്തിയതോടെയാണ് പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായത്. സുരേഷ് ബാബു ചെണ്ടയാട് അവതരിപ്പിച്ച ചമ്പാടിന്റെ ചരിത്രം വിളിച്ചോതുന്ന സ്വാഗതഗാനം സമ്മേളന നഗരിക്ക് ആവേശമായി. സംസ്ഥാന കമ്മിറ്റി അംഗം പനോളി വത്സൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ സംഘടനകളുടെയും മുസ്ലിം തീവ്രവാദ സംഘടനകളുടെയും സഹായത്തോടെയാണ് പാലക്കാട്ടെ UDF-ന്റെ വിജയമെന്ന് പനോളി വത്സൻ പറഞ്ഞു. പാലക്കാട് തെരഞ്ഞെടുപ്പ് വിധി UDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമാകുമെന്ന് ഘട്ടം വന്നപ്പോൾ ആദ്യ തെരുവിലിറങ്ങി പ്രകടനം നടത്തിയത് SDPI ആണ്. അപ്പോൾ കേരളത്തിലെ UDF എന്നുള്ളത് തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന മുസ്ലിം തീവ്രവാദ സംഘടനകൾ കൂടി ഉൾപ്പെടുന്ന ഒരു മുന്നണിയായി കേരളത്തിൽ UDF മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിലെ ഈ തീവ്ര രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന RSS ഉയർത്തുന്ന വർഗീയതയുടെ രാഷ്ട്രീയത്തോടൊപ്പം മുസ്ലിം തീവ്രവാദ പ്രസ്ഥാനത്തിനെതിരായും അതിശക്തമായിട്ടുള്ള പ്രചാരവേലയും ഇടപെടലുകളും നമ്മുടെ രാജ്യത്ത് തുടരേണ്ടതായിട്ടുണ്ട്. തൃശ്ശൂരിലെ വിജയം, തൃശ്ശൂരിൽ BJP-യുടെ വിജയം, അത് ഇടതുപക്ഷത്തിന്റെ തലയിൽ കെട്ടിവെക്കാനാണ് ഈ അവസരത്തിൽ മാധ്യമങ്ങളെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സംഘാടക സമിതി ചെയർമാൻ KK പവിത്രൻ സ്വാഗതം പറഞ്ഞു. VK രാഗേഷ് രക്തസാക്ഷി പ്രമേയവും N അനിൽകുമാർ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. KK സുധീർ കുമാർ, K ശ്രീജ, PS സഞ്ജീവ്, PP ജാബിർ എന്നിവരുൾപ്പെടുന്ന പ്രസീഡിയം സമ്മേളനം നിയന്ത്രിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കാരായി രാജൻ, P ഹരീന്ദ്രൻ, M സുരേന്ദ്രൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KK പവിത്രൻ, K ലീല എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു. 16 ലോക്കലുകളിൽ നിന്നായി തെരഞ്ഞെടുത്ത 150 പേരും 21 ഏരിയ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ 171 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. സമ്മേളന സുവനീർ ഏരിയയിലെ മുതിർന്ന നേതാവ് AV ബാലന് കൈമാറി സംസ്ഥാന സമിതി അംഗം P ജയരാജൻ പ്രകാശനം ചെയ്തു. വിദ്യാർത്ഥികൾ രക്ഷിതാക്കളുടെ ഇഷ്ടത്തിന് അനുസരിച്ചല്ല, മറിച്ച് സ്വന്തം ഇഷ്ടത്തിനും അഭിരുചിക്കും അനുസരിച്ച് ഉപരിപഠന മേഖല തിരഞ്ഞെടുക്കണമെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ. NSS ഉത്തരമേഖലാതല മികച്ച പ്രോഗ്രാം ഓഫീസറായി തിരഞ്ഞെടുക്കപ്പെട്ട തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ സ്കൂളിലെ NSS ഓഫീസർ റീച്ച റഷീദിനുള്ള അനുമോദനവും
ഉപഹാര സമർപ്പണവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. കേരളത്തിലെ വിദ്യാഭ്യാസ രീതി മാറുകയാണ്. +2 കഴിഞ്ഞ് ഡിഗ്രി എന്ന രീതിയും ഒപ്പം കുട്ടികളുടെ ആഗ്രഹങ്ങളും മാറുകയാണെന്നും സ്പീക്കർ പറഞ്ഞു. ബിരുദ പഠനം 4 വർഷത്തേക്ക് മാറുമ്പോൾ അതിനനുസരിച്ച് മാറാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കണമെന്നും സ്പീക്കർ പറഞ്ഞു. പാരൻസിന് കേവലം ഫെസിലിറ്റേറ്റർ മാത്രമാവാൻ പറ്റൂ, ടീച്ചേഴ്സിനും ഫെസിലിറ്റേറ്റർ മാത്രമേ ആവാൻ പറ്റൂ. നിങ്ങൾ തന്നെ സ്വയം ചെയ്യണം. നിങ്ങൾ തന്നെ സ്വയം ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് പഠിക്കലേ രക്ഷയുള്ളൂ. ഇന്നിപ്പോൾ FIGP ആണ്. FIGP എന്ന് പറഞ്ഞാൽ എന്തറിയോ? 4 ഇയർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്ന് പറയുക. ഞങ്ങളൊക്കെ 3 ഇയർ ആണ്. ഇപ്പോൾ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി വിദ്യാഭ്യാസം മാറണം. 5GP 4 ഇയർ ഗ്രാജുവേഷൻ പ്രോഗ്രാമാണ്. പിന്നെ ഇപ്പോൾ നോക്കുമ്പോൾ പറയുന്നത്, പത്രത്തിൽ കാണുന്നത് B.Ed പോവാണ്. പകരം ഗ്രാജുവേഷൻ്റെ സമയത്ത് തന്നെ ടീച്ചർ എഡ്യൂക്കേഷൻ്റെ ഭാഗമായി വിദ്യാഭ്യാസം നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ്റെ രീതി മാറുന്നു, വേ ഓഫ് ടീച്ചിങ് മാറുന്നു, കുട്ടികളുടെ ഡ്രീം മാറുന്നു, കുട്ടികളുടെ ആസ്പിറേഷൻ കൂടുന്നു. നിങ്ങളൊക്കെ ഡിസയറും ആസ്പിറേഷനുള്ള ആൾക്കാരാണ്. അംബീഷ്യസ് ആയിരിക്കണം, ആഗ്രഹങ്ങൾ ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് മികച്ച നിലയിൽ പഠിച്ച് മുന്നേറാൻ നിങ്ങൾക്ക് സാധിക്കണം. തലശ്ശേരി നഗരസഭ വൈസ് ചെയർമാൻ MV ജയരാജൻ അധ്യക്ഷനായി. തലശ്ശേരി സബ് കളക്ടർ കാർത്തിക് പാണിഗ്രാഹി IAS മുഖ്യാതിഥിയായി. സ്കൂൾ പ്രിൻസിപ്പൽ R സരസ്വതി, പ്രധാനാധ്യാപിക OP ശൈലജ, മുൻ PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് PM സജിത, PP രശ്മി, KP ഷമീമ, NSS കണ്ണൂർ നോർത്ത് ജില്ലാ കൺവീനർ ശ്രീധരൻ കൈതപ്രം, മുൻ അക്കാദമിക് JD സുരേഷ് കുമാർ, SMC ചെയർമാൻ KC വിജേഷ്, PTA പ്രസിഡന്റ് മനോഹരൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് ഉത്തരമേഖലാ തലത്തിൽ മികച്ച പ്രോഗ്രാം ഓഫീസർക്കുള്ള അവാർഡ് നേടിയ NSS ഓഫീസർ റിജ P റഷീദ്, കായികമേളകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾ എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. വയോജനങ്ങളുടെ ക്ഷേമത്തിനും സംരക്ഷണത്തിനുമായി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ആർദ്രദീപം പദ്ധതിയുടെ ലോഗോ പ്രകാശനവും ചടങ്ങിൽ സ്പീക്കർ നിർവഹിച്ചു. സംസ്ഥാനത്ത് മതനിരപേക്ഷതയെ തകർക്കാൻ ഗൂഢ നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. CPM പാനൂർ ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് ചെമ്പാട് അരിയാക്കോലിൽ സംഘടിപ്പിച്ച കനലോർമ്മകൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുനമ്പം വിഷയം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. എന്നാൽ കാസ പോലുള്ള സംഘടനകൾ പ്രശ്നം വഷളാക്കുകയാണ് ചെയ്യുന്നത്. കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന വഖഫ് ഭേദഗതി നിയമപ്രകാരം പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് കാസ പറയുന്നത്. മുസ്ലിങ്ങൾക്ക് നേരെ മാത്രമല്ല ക്രിസ്ത്യാനികൾക്ക് നേരെയും അക്രമം നടക്കുന്നുണ്ടെന്നും MV ജയരാജൻ പറഞ്ഞു. ആളുകളെ വീട്ടിൽ നിന്ന് ആട്ടി ഓടിക്കുന്ന സമീപനമല്ല ഇടതുപക്ഷ സമീപനം. ആ പ്രശ്നത്തിൽ കാസ സ്വീകരിച്ച സമീപനം എന്താ? കാസ ഉടൻ അത് മുസ്ലിങ്ങൾക്കെതിരായി തിരിച്ചുവിടുകയാണ്. ചിലത് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയും ചില ചാനലുകൾ കൊടുത്തതിലൂടെയും കണ്ടിട്ടുണ്ടാവും. കാസയുടെയും അവിടെ താമസിക്കുന്ന ക്രിസ്ത്യാനികളായ ചിലരുടെയും പ്രതികരണം വന്നു, കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള വഖഫ് ഭേദഗതി ബില്ല് കൊണ്ട് ഈ പ്രശ്നം തീരുന്നതാണ്. നോക്കണം, മുസ്ലിം വിരോധം BJP അനുകൂലമായി മാറുകയാണ്. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ മുസ്ലിങ്ങൾക്ക് നേരെ മാത്രമല്ല വേട്ടയാട്, ക്രിസ്ത്യാനികൾക്ക് നേരെയും വേട്ടയാടുകളുണ്ട്. കന്യാസ്ത്രീകളെ ആക്രമിക്കുന്നുണ്ട്, ക്രിസ്ത്യൻ പള്ളികൾ തകർക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും നോക്കാതെ BJP കൊണ്ടുവന്നിട്ടുള്ള നിയമം വഴി ഇതെല്ലാം പരിഹരിക്കാൻ കഴിയുമെന്ന് തെറ്റിദ്ധരിക്കുകയാണ് ഈ കൂട്ടർ. അതുകൊണ്ട് രക്തസാക്ഷി കുടുംബങ്ങളെയും ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നവരെയും ചടങ്ങിൽ ആദരിച്ചു. ഏരിയ സെക്രട്ടറി KE കുഞ്ഞബ്ദുള്ള അധ്യക്ഷനായി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P ഹരീന്ദ്രൻ, ജില്ലാ കമ്മിറ്റി അംഗം KK പവിത്രൻ, KK സുധീർ കുമാർ എന്നിവർ സംസാരിച്ചു. CPM 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള ജില്ലയിലെ അവസാന ഏരിയ സമ്മേളനമാണിത്. ചമ്പാട് അരയാക്കൂൽ പൊതുസമ്മേളന നഗരിയായ യെച്ചൂരി കോടിയേരി നഗറിൽ സംഘാടക സമിതി ചെയർമാൻ KK പവിത്രൻ പതാക ഉയർത്തി. CPIM
ഏരിയ സെക്രട്ടറി കെ കുഞ്ഞബ്ദുള്ള അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ഹരീന്ദ്രൻ, ഇ വിജയൻ, എ രാഘവൻ, കാനാബാലൻ, എം സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കളും ഏരിയയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പാർട്ടി പ്രവർത്തകരും പങ്കെടുത്തു. തലശ്ശേരി നഗരസഭയുടെ പുതിയ കെട്ടിട ഉദ്ഘാടന വേളയിൽ സ്ഥാപിച്ച ശിലാഫലകത്തിൽ ഷാഫി പറമ്പിൽ എംപിയുടെ പേര് ഒഴിവാക്കിയ നടപടിയിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നഗരസഭാ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥനെ ഉപരോധിച്ചു. ഉപരോധ സമരത്തിൽ പങ്കെടുത്തവരെ പോലീസ് നീക്കി. ലോക്സഭ ചേരുന്നതിനാൽ എത്താനാകില്ലെന്ന് MP അറിയിച്ചതിനാലാണ് പേര് വെക്കാഞ്ഞതെന്നാണ് നഗരസഭ നൽകുന്ന വിശദീകരണം. ഇക്കഴിഞ്ഞ 26-ന് ഉദ്ഘാടനം ചെയ്ത തലശ്ശേരി നഗരസഭാ കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടന വേളയിൽ സ്ഥാപിച്ച ശിലാഫലകത്തിൽ സ്ഥലം MP ഷാഫി പറമ്പിലിന്റെ പേര് നഗരസഭാ അധികാരികൾ മനഃപൂർവ്വം ഒഴിവാക്കിയെന്നാരോപിച്ചാണ് നഗരസഭാ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചത്. നഗരസഭാ വൈസ് ചെയർമാൻ MV ജയരാജൻ ഉദ്യോഗസ്ഥന്റെ ക്യാബിനിൽ എത്തി പ്രവർത്തകരോട് കാര്യങ്ങൾ വിശദീകരിച്ചു. പിന്നീട് ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള സംസാരം വാക്കേറ്റത്തിനും ഉന്തും തള്ളിനും ഇടയാക്കുകയായിരുന്നു. തലശ്ശേരി SI VV ദീപ്തിയുടെ നേതൃത്വത്തിലുള്ള പോലീസുകാരാണ് പ്രവർത്തകരെ സ്ഥലത്തുനിന്നും മാറ്റിയത്. MPയെ ഒഴിവാക്കിയത് മനഃപൂർവ്വമാണെന്നും പല പരിപാടികളിലും CPM നേതൃത്വം ഇടപെട്ട് MPയുടെ പേര് നോട്ടീസുകളിൽ നിന്നും ഉൾപ്പെടെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് N അഷ്റഫ് ആരോപിച്ചു. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മനസ്സിലാക്കുന്നത് തലശ്ശേരിയിൽ ഷാഫി പറമ്പിലിന്റെ എല്ലാ പരിപാടികളും CPM നേതൃത്വം ഇടപെട്ട് ഷാഫി പറമ്പിൽ സംബന്ധിക്കുന്ന പരിപാടികളിൽ ഷാഫി പറമ്പിലിന്റെ പേരില്ലാതാക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടെന്ന് കൃത്യമായ ഷാഫി പറമ്പിലിനോടുള്ള രാഷ്ട്രീയ വിരോധം തീർക്കാം. അതായത് മുമ്പ് ഇലക്ഷൻ സമയത്ത് കാപ്പർ സ്ക്രീൻഷോട്ടും വടകര പാലക്കാട് ഇലക്ഷൻ സമയത്ത് പെട്ടി വിവാദമൊക്കെ ഉണ്ടാക്കി ഷാഫി പറമ്പിലിനെതിരെ നടത്തിയ മുഴുവൻ ഗൂഢാലോചനകളും തകർന്നപ്പോൾ ഷാഫി പറമ്പിലിനെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രതികാരത്തിന്റെ ഭാഗമാണ് ഇതെന്ന് യൂത്ത് കോൺഗ്രസ് മനസ്സിലാക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് തലശ്ശേരിയിലെ നഗരസഭാ അധികൃതർക്ക് ഞങ്ങൾ പരാതി കൊടുത്തത്. ആ പരാതിയിൽ ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത് തലശ്ശേരിയിലെ ആ പരിപാടിയിൽ പങ്കെടുക്കാത്ത V ശിവദാസൻ MPയുടെ പേരുണ്ട്, പിന്നെ സന്തോഷ് കുമാർ MPയുടെ പേരുണ്ട്. അപ്പോൾ ഷാഫി പറമ്പിലിന്റെ പേര് മാത്രമില്ല. അപ്പോൾ ഷാഫി പറമ്പിലിനെ ടാർഗറ്റ് ചെയ്ത് ഷാഫി പറമ്പിലിന്റെ സാന്നിധ്യം തലശ്ശേരിയിൽ നിന്ന് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതാണ്. അതിന്റെ രാഷ്ട്രീയ നടപടിയാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് യൂത്ത് കോൺഗ്രസ് ഇതിനകത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഷാഫി പറമ്പിൽ MPയെ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും എന്നാൽ ലോക്സഭ നടക്കുന്നതിനാൽ എത്തില്ലെന്ന് അറിയിച്ചതിനാലാണ് ശിലാഫലകത്തിൽ പേര് ചേർക്കാതിരുന്നത് എന്നും V ശിവദാസൻ MP പങ്കെടുക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതിനാൽ അദ്ദേഹത്തിന്റെ പേര് ചേർക്കുകയുമായിരുന്നുവെന്ന് നഗരസഭ വൈസ് ചെയർമാൻ MV ജയരാജൻ പറഞ്ഞു. സ്ഥലം MPA എന്നുള്ള നിലയിൽ ശ്രീ ഷാഫി പറമ്പിലിനെ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ നേരിട്ട് വിളിക്കുകയും അദ്ദേഹം ആ ദിവസം പാർലമെൻറ്റ് ആരംഭിക്കുന്ന ദിവസമായതിനാൽ പങ്കെടുക്കുകയില്ല എന്നറിയിക്കുകയും എന്ന് മാത്രമല്ല തലശ്ശേരിയിൽ എത്തുന്ന ദിവസം പുതിയ കെട്ടിടം തീർച്ചയായും സന്ദർശിക്കും എന്നുള്ള ഒരു ഉറപ്പും നഗരസഭാ ചെയർപേഴ്സന് ഫോണിൽ വാക്കാൽ നൽകിയിട്ടുള്ളതാണ്. അതിനുശേഷം ജില്ലയിലെ MPമാരെ ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഡോക്ടർ V ശിവദാസനെ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം സ്ഥലത്തുണ്ടാകുമെന്നും
ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്നും അറിയിച്ചത് തുടർന്ന് അദ്ദേഹത്തിൻ്റെ പേര് നോട്ടീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മറ്റൊരു രാജ്യസഭാംഗമായ സന്തോഷ് കുമാറിന് ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം അസൗകര്യം അറിയിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് അതിൽ ഉൾപ്പെടുത്തുന്നതിന് കഴിഞ്ഞിട്ടില്ല. അതായത് പങ്കെടുക്കുമെന്ന് അറിയിച്ചവരുടെ പേര് നോട്ടീസിൽ ബോർഡിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പങ്കെടുക്കില്ല എന്ന് പറഞ്ഞവരെ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുമില്ല. വിവിധങ്ങളായ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളടങ്ങുന്ന ഇതിൻ്റെ സ്വാഗത സംഘത്തിൻ്റെ യോഗം ടൗൺ ഹാളിൽ വിളിച്ചപ്പോൾ ഈ കാര്യം അവിടെ പരാമർശിച്ചതാണ്. അതിലെല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ തന്നെ അവിടെ നിന്ന് മനസ്സിലാക്കുകയും പരിപാടി കഴിഞ്ഞതിന് ശേഷം അതിൽ പങ്കെടുത്ത ജനാവലിയെ കണ്ട് കണ്ണു മഞ്ഞളിച്ചു പോയപ്പോൾ തങ്ങൾക്ക് അബദ്ധം പൊടഞ്ഞോ എന്നുള്ളൊരു തോന്നലിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇത്തരത്തിൽ ഈ കൗൺസിൽ കെട്ടിടത്തിലേക്ക് കടന്നു വന്ന് 5-6 പേര് അനാവശ്യമായ ബഹളമുണ്ടാക്കിയത്. ഉപരോധ സമരത്തിന് AR ചിന്മയ്, CK അർബാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മാരക മയക്കുമരുന്നായ MDMA-യുമായി 2 പേർ പിടിയിൽ. തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാന പാതയിൽ ചെറുക്കുള വെള്ളാരംപാറയിൽ വെച്ചാണ് ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ കീഴിലുള്ള ലഹരിവിരുദ്ധ സ്ക്വാഡും തളിപ്പറമ്പ് പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ഇവർ പിടിയിലായത്. വെള്ളോറ കോയിപ്ര സ്വദേശിയും ഇപ്പോൾ തളിപ്പറമ്പിൽ താമസക്കാരനുമായ K സിറാജ്, കരിമ്പ സ്വദേശി P ഉനൈസ് എന്നിവരെയാണ് 2.80 ഗ്രാം MDMA-യുമായി പിടികൂടിയത്. തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാന പാതയിൽ ചെറുക്കള വെള്ളാരംപാറയിൽ വെച്ചാണ് ജില്ലാ പോലീസ് സൂപ്രണ്ടിന് കീഴിലുള്ള ലഹരിവിരുദ്ധ സ്ക്വാഡും തളിപ്പറമ്പ് പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ഇവർ പിടിയിലായത്. വെള്ളോറ കോയിപ്ര സ്വദേശിയും ഇപ്പോൾ തളിപ്പറമ്പിൽ താമസക്കാരനുമായ K സിറാജ്, കരിമ്പം സ്വദേശി P ഉനൈസ് എന്നിവരെ 2.80 ഗ്രാം MDMA-യുമായാണ് പിടികൂടിയത്. പ്രതികൾ സഞ്ചരിച്ച ജീപ്പും കസ്റ്റഡിയിലെടുത്തു. മയക്കുമരുന്ന് മാഫിയയുമായി അടുത്ത ബന്ധമുള്ള പ്രതികൾ കഴിഞ്ഞ 6 മാസമായി ലഹരിവിരുദ്ധ സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലായിരുന്നു. തളിപ്പറമ്പ് SI K സതീശൻ, ജൈമോൻ, ASI അനിൽകുമാർ, സീനിയർ CPO അരുൺകുമാർ എന്നിവരും റൂറൽ ഡാൻസ് ഓഫ് സ്ക്വാഡ് അംഗങ്ങളും അടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരുന്ന ചിറക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്ലാൻ ഫണ്ടിൽ നിന്നുള്ള 1,54 ലക്ഷം രൂപ ചെലവഴിച്ച് പണി പൂർത്തിയാക്കിയ 3 നില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സ്പീക്കർ അഡ്വക്കേറ്റ് N ഷംസീർ നിർവഹിച്ചു. ചിറക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഭൗതിക സാഹചര്യ വികസനത്തിന്റെ ഭാഗമായി 3 ഘട്ടങ്ങളിലായി 17 കോടി രൂപ മുടക്കിയാണ് പുതിയ കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്നത്. 1-ാം ഘട്ടമായി 5 കോടി രൂപ മുടക്കി നിർമ്മിച്ച 4 നില കെട്ടിടം നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തിരുന്നു. 2-ാം ഘട്ടത്തിന്റെ ഭാഗമായി നിർമ്മിച്ച കെട്ടിടമാണ് സ്പീക്കർ അഡ്വക്കേറ്റ് N ഷംസീർ ഉദ്ഘാടനം ചെയ്തത്. 1 കോടി മുടക്കി 3-ാം ഘട്ടത്തിൽ പണിയുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തി പുരോഗമിച്ചു വരികയാണ്. വിജയശതമാനം ഉയരുമ്പോൾ വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റിയും ഉയർന്നിട്ടുണ്ട്. അത് കൂടുതൽ ഉയർത്താനുള്ള ശ്രമമാണ് ഉണ്ടാകേണ്ടതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ സ്പീക്കർ അഡ്വക്കേറ്റ് N ഷംസീർ പറഞ്ഞു. വിദ്യാഭ്യാസ രംഗത്ത് കാതലായ പരിഷ്കാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നും സ്പീക്കർ അഭിപ്രായപ്പെട്ടു. പ്രത്യേകിച്ച് കുട്ടിയോട് പറയാനുള്ള കാര്യം പഴയ പോലെയൊന്നുമല്ല. എല്ലാവരും പഠിക്കുന്നുണ്ട് നന്നായിട്ട്, ആരും മോശമല്ല. അപ്പോൾ ഏറ്റവും നിലയിൽ പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്നൊരു സ്ഥാപനമാകുമ്പം, റിസൾട്ട് ഉണ്ടാകുമ്പം സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ്. ശേഷിയുള്ളവൻ മാത്രമേ രക്ഷപ്പെടൂ. നിങ്ങൾ വെറുതെ സീറ്റില്ലാന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. സീറ്റില്ല, എനിക്ക് സീറ്റ് കിട്ടുന്നില്ല, അതുകൊണ്ട് MLA പോയി കാണണം. MLAക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. +2 കഴിഞ്ഞ് നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷന് വേണ്ടി ഏതെങ്കിലും ക്യാമ്പസിൽ സീറ്റ് കിട്ടണമെങ്കിൽ നല്ല മാർക്ക് വേണം. ഇവിടെ ഇപ്പോൾ SSLC പരീക്ഷ ഇങ്ങനെ ഓൾ പാസ്. അതിനോട് ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയുള്ള അതിൻ്റെ കൂടെയാണ്. അപ്പോൾ ചർച്ച എന്താ നടക്കുന്നത്? അത് എല്ലാവരെയും പാസ്സാക്കാതെ ഈ ലൈൻ ശരിയല്ല. ചിലരിപ്പോൾ ഇറങ്ങി ശാസ്ത്ര സാഹിത്യ പരിഷത്തൊക്കെ, ഞങ്ങൾ ഈ ലൈനോട് യോജിക്കുന്നവരല്ല. വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടണം. ഇങ്ങനെ എല്ലാവരെയും പാസ്സാക്കി ഇവിടെ ഇതിനടുത്ത് തോപ്പിക്കുക എന്നല്ല. ഇങ്ങനെ റിസൾട്ട് ഉണ്ടാവേണ്ടതുണ്ടോ? ഇപ്പം ഞാൻ SSLC പഠിക്കുമ്പോൾ അന്ന് പാസ് പെർസെൻറ്റേജ് 60% കേരളത്തിൽ. ഇപ്പം എത്രയാണ്? ഇപ്പം 99 കഴിഞ്ഞു. 99 കഴിഞ്ഞ് നിൽക്കുമ്പം ഇത്രയും ആളുകൾ പാസ്സാക്കും. അതിനർത്ഥത്തിൽ ഇതിൻ്റെ ക്വാളിറ്റി മെച്ചപ്പെടുന്നുണ്ടോ? ചർച്ച നടക്കണം. ക്വാളിറ്റി ഉയരണം.
ക്വാണ്ടിറ്റി പാസ് പെർസെൻറ്റേജ് ഉയരലല്ല, ക്വാളിറ്റി ഉയരണം. ആ ക്വാളിറ്റി ഉയർത്താൻ ആവശ്യമായ നിലപാടാണ് നാം സ്വീകരിക്കേണ്ടത്. തലശ്ശേരി നഗരസഭ വൈസ് ചെയർമാൻ MV ജയരാജൻ അധ്യക്ഷനായി. വിവിധ മത്സര വിജയികൾക്കുള്ള ഉപഹാര സമർപ്പണം നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷബാന ഷാനവാസ് നിർവഹിച്ചു. നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C. സോമൻ, വാർഡ് കൗൺസിലർമാരായ റാഷിദ ടീച്ചർ, V. ഷീജ, MA സുധീഷ്, സ്കൂൾ മദർ PTA പ്രസിഡന്റ് നിജുമ, VHSC പയ്യന്നൂർ മേഖല ADE R. ഉദയകുമാരി, തലശ്ശേരി DDE P. ശകുന്തള, VHSC പ്രിൻസിപ്പാൾ VC സിജു, പ്രധാനാധ്യാപിക PO ശ്രീരഞ്ജ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ST ജെയ്സൺ, കാരായി സുരേന്ദ്രൻ, ജതീന്ദ്രൻ കുന്നോത്ത്, K. ലിജേഷ്, അൻവർ ചെറുവക്കര, K. വിനയരാജ് എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ KB അനിത സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി സുനേഷ് കുമാർ നന്ദിയും പറഞ്ഞു. വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ചിറക്കര ക്രിക്കറ്റ് ക്ലബ്ബ് വിദ്യാലയമുറ്റത്തൊരുക്കിയ ക്രിക്കറ്റ് പിച്ചിൻ്റെ ഉദ്ഘാടനവും സ്പീക്കർ അഡ്വക്കേറ്റ് N. ഷംസീർ നിർവഹിച്ചു. ക്രിക്കറ്റ് കളിച്ചുകൊണ്ടാണ് സ്പീക്കർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, സദസ്സിലുള്ള പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങൾക്ക് ഏറെ അഭിമാനം തോന്നുന്ന KT ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിനാചരണത്തിന്റെ ഭാഗമായി ഡിസംബർ 1 കൂത്തുപറമ്പ് ടൗണിൽ അനുസ്മരണ റാലിയും പൊതുസമ്മേളനവും നടക്കും. യുവമോർച്ച കൂത്തുപറമ്പ് നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ കൂത്തുപറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 4 മണിക്ക് തൊക്കിലങ്ങാടി ടൗണിൽ നിന്നും ആരംഭിക്കുന്ന അനുസ്മരണ റാലി കൂത്തുപറമ്പ് നഗരപ്രദക്ഷിണം ചെയ്ത ശേഷം ടൗൺ സ്ക്വയറിൽ സമാപിക്കും. സംസ്ഥാന ഉപാധ്യക്ഷനായിരിക്കുന്ന സമയത്താണ് ജയകൃഷ്ണൻ മാസ്റ്റർ കൊല്ലപ്പെടുന്നത്. BJPയെ സംബന്ധിച്ചും യുവമോർച്ചയെ സംബന്ധിച്ചും ഡിസംബർ 1 ഒരു വൈകാരിക ദിവസമാണ്. CPMന്റെ അക്രമ രാഷ്ട്രീയത്തിൽ കൊല ചെയ്യപ്പെട്ട സ്വർഗീയ KT ജയകൃഷ്ണൻ മാസ്റ്ററുടെ സ്മൃതിദിനം യുവമോർച്ച എല്ലാ വർഷവും ആചരിക്കുന്ന പോലെ തന്നെ ഈ വർഷവും വളരെ വിപുലമായി ആചരിക്കുകയാണ്. കണ്ണൂർ ജില്ലയിൽ 11 നിയോജക മണ്ഡലങ്ങളിൽ ഈ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ നടക്കുന്ന പരിപാടി ഡിസംബർ 1 വൈകുന്നേരം 4 മണിക്ക് തൊക്കിലങ്ങാടിയിൽ നിന്നും ആരംഭിക്കുന്ന ഒരു റാലിയോടുകൂടി ആരംഭിക്കും. അതിനുശേഷം ഈ കൂത്തുപറമ്പ് നഗരം വലയം വെച്ച് ഇവിടെയുള്ള മാറോടി ഘട്ടിൽ ആ പരിപാടി എത്തിച്ചേരും. അതിനുശേഷം നടക്കുന്ന പൊതുസമ്മേളനം BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അവർ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 4 മണിക്ക് തൊക്കിലങ്ങാടി ടൗണിൽ നിന്നും ആരംഭിക്കുന്ന അനുസ്മരണ റാലി കൂത്തുപറമ്പ് നഗരപ്രദക്ഷിണത്തിന് ശേഷം ടൗൺ സ്ക്വയറിൽ സമാപിക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് MK രഞ്ജിത്ത്, മനോജ് പൊയിലൂർ, P. ലിജീഷ്, CK സുരേഷ്, TK സജീവൻ, രാജേഷ് വള്ളിയായി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Dreamlike Furniture World, Topco Furniture and Topco Interiors, Gramati, Pallur. Large showroom accepted by people with perfection. Any furniture to choose from.
dining set, bedroom set, sofa set, and imported furniture at affordable prices. An irreplaceable name in the field of furniture. Topco, our sister company, Topco Interiors. Phone 0490 2338 912. Mobile 9846 816762. തലശ്ശേരിയിലെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ, അവയെല്ലാം വർണ്ണാഭമാക്കുന്ന ഒരു പേരുണ്ട്: ലോറൽ ഗാർഡൻ. ആഘോഷങ്ങൾ പലതാണ്. അതുകൊണ്ട് തന്നെ വൈവിധ്യമാർന്ന പാക്കേജുകളാണ് ലോറൽ ഗാർഡൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. കല്യാണം, റിംഗ് എക്സ്ചേഞ്ച്, റിസപ്ഷൻ എന്നിവയ്ക്കായി വ്യത്യസ്തമായ പാക്കേജുകളുണ്ട്. കസ്റ്റമൈസ്ഡ് സ്റ്റേജ് അറേഞ്ച്മെന്റ്, മ്യൂസിക് സിസ്റ്റം, ലൈറ്റ്സ്, കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ഗെയിം സോൺ എന്നീ അതിവിശാലമായ സൗകര്യങ്ങൾ ലോറൽ ഗാർഡൻ ഒരുക്കിയിരിക്കുന്നു. ഫാമിലി ഗെറ്റ് ടുഗെദറിന് 14 മണിക്കൂർ, 9 മണിക്കൂർ എന്നീ വ്യത്യസ്ത പാക്കേജുകളുണ്ട്. അതേസമയം ചെറിയ ആഘോഷങ്ങൾക്കായി 4-5 മണിക്കൂർ പാക്കേജുകളും ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ലോറൽ ഗാർഡൻ, ഉസൻമൊട്ട, ന്യൂ മാഹി, തലശ്ശേരി. ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ്. മറ്റു ചിലത് കവിത പോലെ ഹൃദയം, ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ, കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ. അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ, നിലപാടുകളെ, അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. തലശ്ശേരിയുടെ നഗരഹൃദയത്തിൽ ആഡംബരത്തിന്റെ വശ്യതയും രുചിയുടെ ഹൃദ്യതയുമായി ഹോട്ടൽ നവരത്ന ഇൻ. സുഗന്ധവ്യഞ്ജന നഗരിക്ക് നവരത്ന പ്രൗഢി. രുചിപ്പെരുമയുടെ ആതിഥ്യ മര്യാദയ്ക്ക് അന്താരാഷ്ട്ര നിലവാരം. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, കോണ്ടിനെന്റൽ ഡിഷസ്. ലോകോത്തര നിലവാരത്തിലുള്ള റൂം സൗകര്യങ്ങളും സേവനങ്ങളും. കോൺഫറൻസ് ഹാൾ, ഓഡിറ്റോറിയം സൗകര്യങ്ങൾ, വിശാലമായ പാർക്കിംഗ് സൗകര്യം. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. ഫോൺ 9497 360 333. മറ്റു വാർത്തകളിലേക്ക്. മാഹിയുടെ വികസനത്തിന് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നാവശ്യവുമായി CPM തലശ്ശേരി ഏരിയ സമ്മേളനം സമാപിച്ചു. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു.
മഞ്ചക്കിൽ നിന്ന് വളണ്ടിയർ മാർച്ചും ബഹുജന പ്രകടനവും നടന്നു. ബാൻഡ് മേളം, ശിങ്കാരിമേളം, മ്യൂസിക് ഫ്യൂഷൻ എന്നിവയുടെ അകമ്പടിയോടെയാണ് ബഹുജന പ്രകടനം നടന്നത്. മുണ്ടോക്ക് കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടന്ന പൊതുസമ്മേളനം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 13 വർഷമായി മാഹി മുനിസിപ്പാലിറ്റിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നില്ല. തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പ്രക്ഷോഭങ്ങൾ CPIM നടത്തിയെങ്കിൽ നേരത്തെ ഭരിച്ച കോൺഗ്രസ്, ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP കൂട്ടുകെട്ട് മന്ത്രിസഭയും ഇലക്ഷൻ നടത്താൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നു. സുപ്രീം കോടതി സുപ്രധാനമായ നിർദ്ദേശം നൽകി തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന്. ആ വിധിയെയും കാറ്റിൽ കയറി ഇനിയിപ്പോ ഡിസംബർ ആദ്യം വീണ്ടും കേസ് പരിഗണിക്കുകയാണ്. ജനങ്ങളെ ഭയപ്പെടുന്നവരാണ് കോൺഗ്രസ് BJP. മുനിസിപ്പാലിറ്റിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നാൽ ഈ മാറ്റിയുടെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള പണവും വരും, പദ്ധതിയും വരും. പോണ്ടിച്ചേരിയുടെ ഭാഗമാണ് മാറ്റിയെങ്കിൽ ദൈനംദിനമായി പോണ്ടിച്ചേരി വരെ പോയി വരാൻ എളുപ്പമല്ല. അപ്പൊ മാറ്റിയുടെ പ്രാദേശിക വികസനത്തിന് ഇവിടെയൊരു ഭരണകൂടം അത്യാവശ്യമാണ്. അതാണ് മുനിസിപ്പാലിറ്റി. നേരത്തെ അങ്ങനെ ഉണ്ടായില്ല. അന്ന് ചില വികസന പദ്ധതികൾ ഇവിടെ ആവിഷ്കരിച്ചു. ഇന്നിപ്പോ 1-2 ദശകങ്ങളായി മാറ്റിയിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന പല വികസന പദ്ധതികളും പൂർത്തീകരിക്കാതെ നിൽക്കുകയാണ്. അതിലേറ്റവും പ്രധാനമാണ് നമ്മുടെ തീരദേശത്തെ ഹാർബർ. 2000 പദ്ധതി അംഗീകരിക്കുകയും ഏരിയ സെക്രട്ടറി CK രമേശൻ അധ്യക്ഷനായി. സംഘാടക സമിതി ചെയർമാൻ KP സുനിൽകുമാർ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കാരായി രാജൻ, ജില്ലാ കമ്മിറ്റി അംഗം MC പവിത്രൻ എന്നിവർ സംസാരിച്ചു. കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് കുട്ടാപ്പു കതിരൂർ നയിച്ച നാട്ടുകൂട്ടം തലശ്ശേരിയുടെ പാട്ടും പറച്ചിലും നാടൻ പാട്ടും അരങ്ങേറി. ഇറച്ചിക്കോഴികളെക്കുറിച്ചുള്ള വ്യാജ ആരോപണം പ്രചരിപ്പിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് കേരള ചിക്കൻ വ്യാപാരി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി KV സലി. ഇറച്ചിക്കോഴികളിൽ മരുന്നുകൾ അതിജീവിക്കാൻ കഴിവുള്ള സൂക്ഷ്മ ജീവാണുക്കൾ ഉണ്ടെന്നും ഇത് മാരകമായ രോഗങ്ങൾക്ക് ഇടയാക്കും എന്ന ചില പത്രങ്ങളിലും സോഷ്യൽ മീഡിയകളിലും വ്യാപകമായി പ്രചരണം നടന്നുവരികയാണെന്നും കൂടാതെ മന്ദരോഗത്തിന് കുത്തിവെക്കുന്ന മരുന്നുകളാണ് നൽകുന്നത് എന്നും മറ്റുമുള്ള പ്രചരണത്തിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. കോഴിക്കുഞ്ഞുങ്ങളും ബ്രോയിലർ കോഴികളും കേരളത്തിലേക്ക് എത്തുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ്. കേരള ചിക്കൻ എന്ന പേരിൽ സർക്കാർ തലത്തിലും സബ്സിഡിയോടുകൂടി വിതരണം നടത്തുന്നുണ്ട്. കോഴിക്കുഞ്ഞുങ്ങളായാലും അതിന്റെ തീറ്റയായാലും എല്ലാം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ടാണ് അതിന്റെ വില നിയന്ത്രിക്കാൻ കേരളത്തിന് കഴിയാത്തത്. കേരളത്തിൽ ഒരു കോഴിയെ വളർത്തി വരുമ്പോൾ 95 മുതൽ 102 രൂപ വരെ കർഷകർക്ക് മുതൽ മുടക്കുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ ഇതിന്റെ വില 75 മുതൽ 80 രൂപ വരെ വരും. ഇതിന് കൊടുക്കുന്ന തീറ്റ 3 തരത്തിലാണ്. 1 ഫ്രീ സ്റ്റാർട്ടർ, 2 സ്റ്റാർട്ടർ, 3 ഫിനിഷർ. ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് തേങ്ങ, സൂര്യകാന്തി, എള്ള്, പിണ്ണാക്ക്, സോയാബീൻ എന്നിവകളിൽ നിന്നുമാണ്. 45 ദിവസത്തിനുള്ളിൽ 3 തവണകളിലായാണ് ഇവയ്ക്ക് പ്രതിരോധ മരുന്നുകൾ നൽകുന്നത്. ലെസോട്ടോ,
IBD എന്നിവയാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഇതൊന്നും തന്നെ മാരകമല്ല എന്ന് മാത്രമല്ല, ലോകത്ത് തന്നെ ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കുകയും ഇതിന് യാതൊരുവിധ ദോഷഫലങ്ങൾ ഇല്ല എന്നും തെളിയിച്ചതും ആണ്. ഇന്റർനെറ്റിൽ കണ്ട ചില മാധ്യമ വാർത്തകൾ അതേപടി പകർത്തി വ്യാപകമായി പ്രചരണം നടത്തുകയാണ് ചിലർ ചെയ്യുന്നത്. ഇങ്ങനെ പ്രചരിക്കുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പുമായും ഫുഡ് സേഫ്റ്റി അധികൃതരുമായും ബന്ധപ്പെടുകയും ചെയ്തു. എന്നാൽ അവർക്കൊന്നും തന്നെ ഇത്തരത്തിലുള്ള യാതൊരു വിവരങ്ങളും ഇല്ല. അത്തരത്തിലുള്ള മാരക വിഷയങ്ങൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ആദ്യം നിർത്തേണ്ടത് ഗവൺമെന്റ് തലത്തിലുള്ള കേരള ചിക്കനും അതേപോലെ തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന കോഴികളെയുമാണ്. എന്നാൽ അത്തരം നടപടികളൊന്നും തന്നെ സ്വീകരിക്കുന്നില്ലെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി KV സലീം പറഞ്ഞു. ആയിരക്കണക്കിന് തൊഴിലാളികളും കർഷകരും ഉപജീവനം നടത്തുന്ന ഈ മേഖലയിൽ അവരെ ഒന്നാകെ പ്രതിക്കൂട്ടിലാക്കുന്ന ഇത്തരം വ്യാജ പ്രചരണങ്ങളിൽ നിന്ന് ജനങ്ങൾ ബോധവാന്മാരാകണമെന്നും വ്യാപാരികൾ പറഞ്ഞു. കേരളത്തിൽ ബ്രോയിലർ കോഴികൾക്കെതിരെ ശക്തമായ വ്യാജ പ്രചരണം നടത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇതര സംസ്ഥാനങ്ങളിൽ തന്നെയാണ് ഈ ബ്രോയിലർ കോഴികൾ ഇവിടെ എത്തുന്നത്. അതിൻ്റെ തീറ്റയായാലും കോഴിക്കുഞ്ഞുങ്ങളായാലും എല്ലാം വരുന്ന ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഇവിടെ ഈ വ്യാജമായിട്ടുള്ള ഈ പ്രചരണം, ഒരു നെറ്റിൽ നിന്ന് കിട്ടിയ ഒരു പ്രചരണം എടുത്തുകൊണ്ടാണ് വ്യാപകമായി തന്നെ ഈ ബാക്ടീരിയകളെ അതിജീവിക്കുവാനുള്ള മരുന്നുകൾ അതിലേക്ക് കുത്തിവെക്കുന്നു എന്നുള്ള വ്യാജപ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നത്. മന്തിരോഗത്തിന് കുത്തിവെക്കുന്ന മരുന്നുകൾ പോലും അതിന് കുത്തിവെക്കുന്നു എന്ന പ്രചരണം നടന്നു വരികയാണ്. മന്തിരോഗത്തിന് പോലും നമുക്കറിയാം, മന്തിരോഗം ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മരുന്നുകൾ കുത്തിവെക്കുന്നത്. അതുപോലും ഈ മേഖലയിൽ ബ്രോയിലർ കോഴിക്ക് കുത്തിവെക്കുന്നു എന്നുള്ള വ്യാജപ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നു. കേരള ചിക്കൻ എന്ന പേരിൽ ഗവൺമെൻറ് തലത്തിൽ തന്നെ ഇതിന് സബ്സിഡി കൊടുത്തുകൊണ്ട് വ്യാപകമായി ഔട്ട്ലെറ്റുകൾ തുറന്നുകൊണ്ട് തന്നെ ഈ ബ്രോയിലർ കോഴിയിൽ വിൽപ്പന നടത്തുന്നുണ്ട്. ഇതിനെതിരെ പ്രതികരിക്കേണ്ട ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളും ആരോഗ്യ കേന്ദ്രങ്ങളും നമ്മൾ ഇതിനെപ്പറ്റി പഠനം നടത്തിയപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യ വകുപ്പിലും ഭക്ഷ്യസുരക്ഷാ വകുപ്പിലും ഒക്കെ നമ്മൾ അന്വേഷിച്ചപ്പോഴും നമുക്ക് കിട്ടിയത് നെറ്റിൽ വന്ന ഒരു വാർത്ത എടുത്തുകൊണ്ട് പ്രസിദ്ധീകരിച്ചതാണ്. ഇതിൻ്റെ സത്യാവസ്ഥ ഇല്ല എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിച്ചു. എന്നിരുന്നാൽ കേരളവർമ്മ പഴശ്ശിരാജയുടെ 220ാം അനുസ്മരണവും പുസ്തക പ്രകാശനവും സംഘടിപ്പിച്ചു. തലശ്ശേരി പ്രസ് ഫോറം ഹാളിൽ നടന്ന പരിപാടി ജില്ലാ സെഷൻസ് ജഡ്ജ് KT നിസാർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി പ്രസ് ഫോറം ഹാളിൽ ഒരുക്കിയ പ്രൗഢമായ ചടങ്ങിലാണ് പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചത്. കേരളവർമ്മ പഴശ്ശിരാജയുടെ 220ാം രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായാണ് പുസ്തക പ്രകാശനം ഒരുക്കിയത്. ജില്ലാ സെഷൻസ് ജഡ്ജ് KT നിസാർ അഹമ്മദ് പ്രകാശന കർമ്മം നിർവഹിച്ചു. ചരിത്രകാരനും ചിത്രകാരനുമായ KK മാരാർ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. തലശ്ശേരിയിലേക്ക് വരുമ്പോൾ വലിയ അറിവൊന്നും തലശ്ശേരിയെക്കുറിച്ച് ഉണ്ടായിരുന്നില്ല. എനിക്ക് എൻ്റെ ക്ലാസ്മേറ്റ്സ് ഒന്നും ഇവിടെ വരെ ഉണ്ട്. അങ്ങനെ ഒരു തലശ്ശേരി ഇവിടെ പ്രിൻസിപ്പൽ DJ ആയി പോസ്റ്റ് ചെയ്യുന്ന വാക്കൻസി വന്നപ്പോൾ ഞാൻ തലശ്ശേരി ഓപ്റ്റ് ചെയ്തതാണ്. ഇവിടെ വരുമ്പോഴൊന്നും ഇതിനെക്കുറിച്ചുള്ള വലിയ ഗ്രാഹ്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് 222 കൊല്ലം പഴക്കമുള്ള കോടതിയാണ്. അതെനിക്ക് അവിടെ വന്ന് കോടതി കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. നിങ്ങൾ കോടതി കണ്ടിട്ടുണ്ടാവും. ആ പഴക്കം കാരണം തന്നെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. നല്ല കാണുന്ന വേറെ ഒരുപാടുണ്ട്, പക്ഷേ അതും മുഴുവൻ ഞാൻ വായിച്ചിട്ടില്ല. അതിൽ സെക്കൻഡ് ചാപ്റ്റർ ഇങ്ങനെ കോടതി സംബന്ധമായിട്ടുള്ളതാണ് കണ്ടപ്പോൾ ഞാനതൊന്ന് നോക്കി. അതെനിക്ക് ഏറ്റവും അതിശയമായി തോന്നിയിട്ടുള്ളൊരു കാര്യം, അപ്പം നല്ല നടപ്പ് സംവിധാനം PR കൃഷ്ണയ്യരുടെയൊക്കെ കാലത്താണ് ഭഗവതി PR കൃഷ്ണയ്യരൊക്കെ നല്ല നടപ്പ് സംവിധാനം നമ്മുടെ നിയമത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെയൊക്കെ ഗ്രാഹ്യം അത് ഞാൻ മനസ്സിലാക്കിയെന്ന് മാത്രമേ, അന്ന് മുതലാണ് ഈ സംവിധാനങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പക്ഷേ ആ ബുക്ക് വായിച്ചപ്പോൾ ഇത് പണ്ട് കാലം മുതലുണ്ട്. തുക്കിടി സാഹിബിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ഒരു ഇത് പറയുന്നു, ഒരു മോഷണം നടത്തിയ ആള്, ഞാൻ മോഷണം നടത്തിയിട്ടുണ്ട്, ഇതിന്റെ സാധനമാണ്. ജില്ലാ കോടതി ബാർ അസോസിയേഷൻ തലശ്ശേരി പ്രസ് ഫോറത്തിന്റെ സഹായത്തോടെയാണ് പ്രകാശന ചടങ്ങ് സംഘടിപ്പിച്ചത്. പഴശ്ശിരാജയുടെ രക്തസാക്ഷിത്വ ദിനം അർഹമായ പ്രാധാന്യത്തോടെ ആചരിക്കപ്പെടാത്ത സാഹചര്യത്തിലാണ് ചരിത്രത്തിന്റെ പിൻബലത്തിൽ തയ്യാറാക്കിയതും മനുഷ്യജീവിതത്തിലെ സങ്കീർണതകളുടെ ആഴങ്ങൾ വായനക്കാർക്ക് അനുഭവവേദ്യമാക്കുന്നതുമായ പുസ്തകം രക്തസാക്ഷിത്വ ദിനത്തിൽ പ്രകാശനം ചെയ്തത്. സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് BP ശശീന്ദ്രൻ അധ്യക്ഷനായി. സംഘാടക സമിതി കൺവീനർ PK ശശീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണി ടീച്ചർ മുഖ്യാതിഥിയായി. ഡോക്ടർ ജോസഫ് സ്കറിയ, കഥാകൃത്ത് VS അനിൽകുമാർ, തലശ്ശേരി പ്രസ് ഫോറം പ്രസിഡന്റ് നവാസ് മേത്തർ, ബ്ലൂ ഇങ്ക് ബുക്സ് പ്രതിനിധി CP ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ലൈറ്റ് ആൻഡ് സൗണ്ട് പന്തൽ മേഖലയിലെ പ്രശ്നങ്ങൾ കാലോചിതമായി പരിഹരിക്കണമെന്ന് ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ കേരള കണ്ണൂർ ജില്ലാ വാർഷിക പൊതുയോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു.
പൂക്കം വ്യാപാരി വ്യവസായി ഹാളിൽ നടന്ന സമ്മേളനം കേരള ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TSS ബാവ ഉദ്ഘാടനം ചെയ്തു. കേരള ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TSS ബാവ ഉദ്ഘാടനം ചെയ്തു. അബ്ദുൾ റഹീം കുഴിപ്പുറം അധ്യക്ഷനായി. KK മനോജ്, KP രാജേഷ്, KP മുഹമ്മദ് നസീർ, PK അനീഷ്, MV ശ്രീനിഷ്, VP വിനീഷ് എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി KP രാജേഷിനെ പ്രസിഡന്റായും, MB അനീഷിനെ സെക്രട്ടറിയായും, VP ശ്രീനിഷിനെ ട്രഷററായും, PK മുഹമ്മദ് നസീർ, KK മനോജ് എന്നിവരെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങളായും, KK പ്രദീപനെ സ്റ്റേറ്റ് കൗൺസിലറായും തെരഞ്ഞെടുത്തു. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് 2024-2025 കേരളോത്സവത്തിന് തുടക്കമായി. കേരളോത്സവത്തിന്റെ ഭാഗമായി ക്രിക്കറ്റ് ടൂർണമെന്റ് തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിൽ നടന്നു. ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഉദ്ഘാടനം എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. ബിജു നിർവഹിച്ചു. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് 2024-25 വർഷകാലത്തിൽ കേരളോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ന് തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് ഗെയിംസ് മത്സരത്തിൻ്റെ ആദ്യ ഇനമായിട്ടുള്ള ക്രിക്കറ്റ് മത്സരമാണ് ഇന്നിവിടെ നടക്കുന്നത്. നമ്മുടെ കേരളത്തിലെ യുവജനങ്ങളുടെ കലാപരമായും കായികപരമായും സാംസ്കാരികമായും അവരെ ഉന്നതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് നമ്മൾ ഈ കേരളോത്സവം കൊണ്ട് ലക്ഷ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് അംഗം VK നിമിഷ അധ്യക്ഷയായി. CK ഷക്കീൽ സ്വാഗതം പറഞ്ഞു. ഞായറാഴ്ച രാവിലെ കബഡി മത്സരം വടക്കുംപാട് ശ്രീനാരായണ ബേസിക് UP സ്കൂളിലും, അത്ലറ്റിക് മത്സരം വടക്കുംപാട് മിനി സ്റ്റേഡിയത്തിലും, വൈകിട്ട് വോളിബോൾ മത്സരം അരങ്ങേറ്റുപറമ്പിലും നടക്കും. ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഉമ്മത്തൂർ സംഘടിപ്പിക്കുന്ന സേവറി UPL ക്രിക്കറ്റ് ലീഗിന് ശനിയാഴ്ച തുടക്കമാകും. കേരളത്തിലെ പ്രഗത്ഭരായ 16 ടീമുകൾ മത്സരത്തിൽ മാറ്റിരിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സേവറി UPL സീസൺ 2 നാളെയും മറ്റന്നാളുമായി 2 ദിവസങ്ങളിലായി സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ ഒരു ടൂർണമെൻറ്റിലേക്ക് എല്ലാ മുഴുവൻ കായിക പ്രേമികളെയും ഞങ്ങൾ ആദ്യമായി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിലെ പ്രഗത്ഭരായ 16 ടീമുകളാണ് മാറ്റുരയ്ക്കുന്നത്. ഈ ഒരു ടൂർണമെൻറ്റിൻ്റെ മെയിൻ സ്പോൺസർ എന്ന് പറയുന്നത് സേവറിയാണ്. സേവറി ഗ്രൂപ്പാണ് ഇതിൻ്റെ ടൈറ്റിൽ സ്പോൺസർ. അതേപോലെ തന്നെ ഈ ടൂർണമെൻറ്റുമായി ബന്ധപ്പെട്ട് 1,00,000 രൂപയാണ് നമ്മൾ പ്രൈസ് മണിയായിട്ട് വിന്നേഴ്സിന് നൽകുന്നത്. 1,00,000 രൂപയും ട്രോഫിയുമാണ്. അതുപോലെ തന്നെ റണ്ണേഴ്സപ്പിനായി നൽകുന്നത് 50,000 രൂപയും ട്രോഫിയുമാണ്. ഈ ടൂർണമെൻറ്റിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നാളെ രാത്രി 7 മണിക്ക് ബഹുമാന്യനായ വടകരയുടെ പ്രിയപ്പെട്ട MP ഷാഫി പറമ്പിൽ ഈ ഒരു ടൂർണമെൻറ്റ് ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. വിജയികൾക്ക് 1,00,000 രൂപയും റണ്ണേഴ്സപ്പിന് 50,000 രൂപയും സമ്മാനം നൽകും. ഉമ്മത്തൂർ SI ഹയർ സെക്കൻഡറി സ്കൂൾ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 6 മുതൽ നടക്കുന്ന ടൂർണമെന്റ് ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ പറഞ്ഞു. വനിതാ ക്രിക്കറ്റ് താരം മെഹക് ഫാത്തിമ അതിഥിയാകും. EK വിജയൻ MLA, പഞ്ചായത്ത് പ്രസിഡന്റ് നസീമ കൊട്ടാരത്ത്, അഹമ്മദ് പുന്നക്കൽ, TK ഖാലിദ്, മോഹനൻ പാറക്കടവ് തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ അൻസാർ കൊല്ലാടൻ, MP മുജീബ്, ലത്തീഫ് പന്നാടി, ഫൈസൽ ചാത്തൻകണ്ടി എന്നിവർ പങ്കെടുത്തു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. Bobby Chamanur International Jeweler. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. സിൽക്ക് മിത്ര, തൂവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും.
ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണനൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ജിയോ സാൻഡ്. ഈ ജിയോ സാൻഡ് ഇത്രയ്ക്ക് മികച്ചതാണോ? പൂഴിമണലിനേക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല, ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് സാൻഡാണ്. പൂഴിക്ക് പകരം ഇതാ ജിയോ സാൻഡ്. മറ്റു വാർത്തകളിലേക്ക്. CPM പാനൂർ ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന പ്രതിനിധി സമ്മേളനത്തിനിടെ ചെമ്പാട് ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ലിതേഷ് കോളയാട് അവതരിപ്പിച്ച മാജിക് ഷോ ശ്രദ്ധേയമായി. 4 മിനിറ്റോളം നീണ്ട മാജിക് പ്രദർശനത്തിലെ ഓരോ ഇനവും കയ്യടികളോടെയാണ് പ്രതിനിധികൾ സ്വീകരിച്ചത്. മുകേരി AKG സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ 36ാം വാർഷികാഘോഷം ആരവം 2K25 തുടക്കമായി. കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഒരുമ വനിതാ വേദിയുടെ ആരോഗ്യ ക്ലബിന്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. മുകേരി AKG സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിന്റെ 36ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് ആരവം 2K25 എന്ന പേരിൽ കലാസാംസ്കാരിക പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ലൈബ്രറി കൗൺസിൽ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. കണ്ണു ചിമ്മി തുറക്കുമ്പോഴേക്ക് അതായി പോകും അപ്രത്യക്ഷം. ഇതുപോലെയാണ് ആരുടെ ജീവിതം. മനുഷ്യജന്മം ക്ഷണഭംഗുരം എന്ന് പറയുന്നത്. എഴുത്തച്ഛൻ അത് പറയാൻ വേണ്ടി സമർത്ഥിക്കുന്നവരുടെ വാക്കുകൾ. എഴുത്തച്ഛൻ എന്ന് പറയാൻ രാമായണത്തിലൂടെ പറയുന്നതാണ്. രാമായണത്തിലൂടെ പറയുന്ന സന്ദർഭം എന്ന് അറിയോ? പക്ഷെ രാമായണത്തിലെ ഏറ്റവും ഗംഭീരമായ ഒരു ഉപദേശമാണ്. രാമൻ കാട്ടിലേക്ക് പോകണമെന്നും ഭരതൻ രാജ്യം വാഴണമെന്നും കൽപ്പിക്കപ്പെടുന്ന അത്യന്തം വളരെ നിർണായകമായ ഒരു മുഹൂർത്തത്തിൽ അതിലെ കോപാക്രാന്തനായി ആയുധസമേതം ഓടിക്കതച്ച് വരുന്ന ആരോട്? ലക്ഷ്മണനോട്. ആ ലക്ഷ്മണന്റെ കോപാഗ്നി ഇല്ലാതാക്കാൻ വേണ്ടി രാമൻ പറയുന്ന ഉപദേശമാണ്. അത് ലോകത്തെല്ലാവർക്കും ഉപദേശമാണ്. രാമൻ എന്ന് പറയുന്നത് ഒരു പ്രതീകമാണ്, അല്ലേ? ലക്ഷ്മണൻ എന്ന് പറഞ്ഞത് ഒരു പ്രതീകമാണ്. എല്ലാ മനുഷ്യരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ രണ്ട് കഥാപാത്രം ഉണ്ടാവും, അല്ലേ? അപ്പം അതെങ്ങനെ എടുത്ത് സമർത്ഥിക്കുന്നത്? രാമായണത്തെ സമർത്ഥിക്കുന്നത് നമ്മുടെ ലോകം എന്ന് പറഞ്ഞാൽ കോടാനുകോടി വർഷം നീണ്ടു നിൽക്കുകയാണ്. ആലോചിക്കുക. നമുക്ക് മുമ്പിലോ
ആയിരക്കണക്കിന് വർഷങ്ങളായി ജീവിച്ച് മരിച്ച് മണ്ണടിഞ്ഞവരുടെ ആരെങ്കിലും ഓർമ്മിക്കുന്നുണ്ടോ? മുകേരി പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV മുകുന്ദൻ അധ്യക്ഷനായി. ഒരുമ വനിതാ വേദിയുടെ ആരോഗ്യ ക്ലബിന്റെ ഉദ്ഘാടനം മുകേരി പഞ്ചായത്ത് ആയുഷ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആതിര സുരേന്ദ്രൻ നിർവഹിച്ചു. ആരോഗ്യ ക്ലബിന്റെ നേതൃത്വത്തിൽ വ്യത്യസ്ത ആരോഗ്യ ക്യാമ്പുകളും ക്ലാസുകളും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും യോഗ, സൂംബ തുടങ്ങിയ പരിശീലനങ്ങളും ഉൾപ്പെടെ ശാരീരിക മാനസിക ആരോഗ്യ സംരക്ഷണത്തിനുള്ള നിരവധി പരിപാടികൾ സംഘടിപ്പിക്കും. വാർഷികാഘോഷ കമ്മിറ്റി ചെയർമാൻ PC രാജൻ സ്വാഗതവും വായനശാല പ്രസിഡന്റ് സിന്ധു മുകുന്ദൻ നന്ദിയും പറഞ്ഞു. ആരോഗ്യ ക്ലബിന്റെ നേതൃത്വത്തിൽ മുകേരി ആയുഷ് ആയുർവേദ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ സൗജന്യ ആരോഗ്യ ക്യാമ്പും സംഘടിപ്പിക്കുന്നുണ്ട്. 6 മാസ കാലയളവിൽ വൈവിധ്യമാർന്ന നിരവധി കലാകായിക സാംസ്കാരിക ആഘോഷ പരിപാടികളാണ് ആരവം 2K25 സംഘടിപ്പിക്കുന്നത്. കതിരൂർ ഗ്രാമപഞ്ചായത്ത് ആർട്ട് ഗ്യാലറിയിൽ 2 ആഴ്ചയിലധികമായി നടന്നുവരുന്ന ഇമാജിനേഷൻ എന്ന ദേശീയ ചിത്രകലാ പ്രദർശനത്തിന്റെ ഭാഗമായി 2ാമത് പ്രഭാഷണം സംഘടിപ്പിച്ചു. ഇന്ത്യൻ ചിത്രകലയിലെ സ്ത്രീ ശരീരവും സ്വത്ത് നിർമ്മാണവും എന്ന വിഷയത്തിലാണ് പ്രഭാഷണം നടന്നത്. ഇന്ത്യൻ ചിത്രകലയിലെ സ്ത്രീ ശരീരവും സ്വത്ത് നിർമ്മാണവും എന്ന വിഷയത്തിലാണ് പ്രഭാഷണം നടന്നത്. ഡോക്ടർ N സാജൻ പ്രഭാഷണം നടത്തി. സ്ത്രീയുടെ ശരീരത്തിന്റെ കർത്തൃത്വം നിശ്ചയിക്കുന്നത് പുരുഷന്റെ ഒരു നോട്ടമല്ല, സ്ത്രീയുടെ സ്വന്തം സ്വത്വത്തിൽ നിന്ന് തന്നെ ഉത്ഭവിച്ച് പുറത്തേക്ക് വരും. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ വായിച്ചത് അർപ്പിത സിംഗിന്റെ ലൈന് വായിച്ചപ്പോൾ പറഞ്ഞത് ഞാനൊരു വുമൺ പെയിന്റർ ആണ് എന്ന് ഞാൻ പ്രത്യേകം പറയുന്നില്ല, ഞാൻ ഐ എം എ പെയിന്റർ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പലപ്പോഴും എന്താണ് ഇതിനകത്ത് പൊന്മണി തോമസ് അധ്യക്ഷയായി. KM ശിവകൃഷ്ണൻ മാസ്റ്റർ, K ശശികുമാർ, സുശാന്ത് കൊല്ലറക്കൽ, AT മോഹൻരാജ്, T ഭരതൻ, CV പ്രകാശൻ എന്നിവർ സംസാരിച്ചു. കേരള നദ്വത്തുൽ മുജാഹിദ്ദീൻ കടവത്തൂർ മണ്ഡലം പ്രവർത്തക ക്യാമ്പും സംഘടനാ തെരഞ്ഞെടുപ്പും നടന്നു. കുറുങ്ങാട് സലഫി സെന്ററിലാണ് പരിപാടി നടന്നത്. കേരള നദ്വത്തുൽ മുജാഹിദ്ദീൻ KNM കടവത്തൂർ മണ്ഡലം പ്രവർത്തക ക്യാമ്പും സംഘടനാ തെരഞ്ഞെടുപ്പുമാണ് കുറുങ്ങാട് സലഫി സെന്ററിൽ നടന്നത്. KNM കണ്ണൂർ ജില്ലാ പ്രസിഡന്റ്, പാനൂർ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഇബ്രാഹിം ഹാജി ഉദ്ഘാടനം ചെയ്തു. ഊർജ്ജസ്വലതയോടുകൂടിയും ഗൗരവത്തോടുകൂടിയും നടത്തേണ്ട ഒരു ചുറ്റുപാടുകളിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. നമുക്കറിയാം, നമ്മൾ തുടക്കം മുതലേ നമ്മുടെ പ്രബോധന വീതി ശിർക്ക് വിദ്യാർത്ഥികൾക്ക് എതിരായാണെങ്കിലും ഇന്ന് അതോടൊപ്പം തന്നെ മറ്റു പല മേഖലകളിൽ കൂടി നമ്മുടെ പ്രബോധന വീതി കടന്നു ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം നമുക്കറിയാം, ഇന്നത്തെ സാഹചര്യവും ചുറ്റുപാടും ധാർമ്മികമായുള്ള അധപ്പതനത്തിൻ്റെ അങ്ങേയറ്റം മോശമായ രീതിയിലാണ് സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെതിരായുള്ള ഒരു പ്രബോധന രീതി കൂടി നമ്മുടെ സംഘടനാ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. അബു പാറാട് അധ്യക്ഷനായി. മമ്മൂട്ടി മുസ്ലിയാർ, NK അഹമ്മദ് മദനി, CH ഇസ്മയിൽ ഫാറൂഖി എന്നിവർ വിഷയാവതരണം നടത്തി. റിട്ടേണിംഗ് ഓഫീസർ അബ്ദുൽ ഖയ്യൂം പുന്നശ്ശേരി, നിരീക്ഷകനായ ഇസാഖ് അലി കല്ലിക്കണ്ടി എന്നിവർ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു. പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. അബു പാറാടിനെ പ്രസിഡന്റായും NK അഹമ്മദ് മദനി, അച്ചോ തസ്സു എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും T മുഹമ്മദ് അഷ്റഫിനെ സെക്രട്ടറിയായും K ബഷീർ ഫാറൂഖി, KK അബ്ദുള്ള എന്നിവരെ ജോയിന്റ് സെക്രട്ടറിയായും മുത്താറിന്റെ അവിടെ ഇസ്മയിലിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. NP അബ്ദുൽ ഷുക്കൂർ സലാഹി സമാപന പ്രസംഗം നടത്തി. T അഷ്റഫ് മാസ്റ്റർ സ്വാഗതവും KK അബ്ദുള്ള നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദ പെട്രോൾ പമ്പ് ഉടമ പ്രശാന്തിനെതിരെ ലഭിച്ച വിജിലൻസ് പരാതിയിൽ മൊഴിയെടുക്കാൻ സംഘം കണ്ണൂരിലെത്തി. മൊഴിയെടുത്തത് കോഴിക്കോട് പ്രത്യേക വിജിലൻസ് SP-യുടെ നേതൃത്വത്തിലുള്ള സംഘം. CPM പാനൂർ ഏരിയ പ്രതിനിധി സമ്മേളനത്തിന് ചെമ്പാട് പ്രൗഢോജ്വല തുടക്കം. RSSനോടും മുസ്ലിം തീവ്രവാദ സംഘടനകളോടും ഒരേ നിലപാടാണ് CPM-ന് എന്നുമുള്ളതെന്ന് CPM സംസ്ഥാന സമിതി അംഗം പനോളി വത്സൻ. വിദ്യാർത്ഥികൾ രക്ഷിതാക്കളുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല, മറിച്ച് സ്വന്തം ഇഷ്ടത്തിനും അഭിരുചിക്കും അനുസരിച്ച് ഉപരിപഠന മേഖല തിരഞ്ഞെടുക്കണമെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് N. ഷംസീർ.
NSS ഉത്തരമേഖലാതല മികച്ച പ്രോഗ്രാം ഓഫീസറായി തെരഞ്ഞെടുക്കപ്പെട്ട തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ സ്കൂളിലെ NSS ഓഫീസർ റീച്ച റഷീദിന് ഉപഹാരം കൈമാറി. തലശ്ശേരി നഗരസഭയുടെ പുതിയ കെട്ടിട ഉദ്ഘാടന വേളയിൽ സ്ഥാപിച്ച ശിലാഫലകത്തിൽ ഷാഫി പറമ്പിൽ MP-യുടെ പേര് ഒഴിവാക്കിയതിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. നഗരസഭാ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥനെ പ്രവർത്തകർ ഉപരോധിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.